ഇപ്പൊ 2 തവണ പാടി കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് ഇല്ല പാടുന്നൊക്കെ. ഇവര് കറക്റ്റ് ചെയ്ത് തന്നാൽ എനിക്കിത് പാടി പഠിക്കാൻ പറ്റുന്നില്ല. പാടാൻ പറ്റാത്തത് തൊണ്ടയ്ക്ക് കുഴപ്പമുണ്ടായിട്ടോ ഒന്നുമല്ല, റോങ് സിംഗിങ് ടെക്നിക്കാണ്. എനിക്കൊരു പ്രോഗ്രാം കഴിഞ്ഞ അടുത്ത ദിവസം ബാക്ക് ടു ബാക്ക് ഷോസ് ഒരു 7 കൊല്ലം മുമ്പ്, ഓക്കെ, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത ദിവസം പാടാൻ ഒച്ചയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നമാണിത്, റോങ് സിംഗിങ് ആണ്, ടെക്നീക്ക് തെറ്റിയിട്ടാണ്. രമ്യ ഇവിടുന്നാ പാടുന്നേ, അത് പുഷ് ചെയ്യേണ്ടത് ഇവിടുന്നാമാ, നീ ത്രോട്ട് നിന്നാണ് പുഷ് ചെയ്യണേ. അപ്പൊ ത്രോട്ടിൽ നിന്ന് പുഷ് ചെയ്ത് ത്രോട്ട് കുറച്ച് കഴിയുമ്പോൾ അടയും. ത്രോട്ടിന് സ്ട്രെസ് വരുന്നതാണ് ഈ സാധനം. ത്രോട്ട് നല്ല പാടണ്ടേ. എന്തു പറഞ്ഞാലും നീ, ഇതല്ല, എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ, ഇവിടുന്നാണ് വന്നെ. ഇവിടുന്ന് ആ റെസനൻസ് വരണം. അപ്പൊ ത്രോട്ട് വളരെ നോർമൽ ആയിട്ടിരിക്കും. ഈ ചെസ്റ്റ് മൂവ് ചെയ്യരുത്. ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്, മനസ്സിലായോ? ഇത് അൺലേൺ ചെയ്യാനായിട്ട് എനിക്ക് 6 മാസം എടുത്തു. അൺലേൺ ചെയ്ത് ലേൺ ചെയ്യാൻ. അൺലേൺ ചെയ്യാനായിട്ടൊരു പ്രോസസ്സാണ്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ വയസ്സാവും തോറും നമ്മൾ റോങ് ടെക്നിക്കിൽ പാടിക്കൊണ്ടിരുന്ന നമ്മുടെ ശരീരത്തിനനുസരിച്ച് ആ നേരത്ത് യങ് ആയിട്ടിരിക്കുമ്പോൾ അതങ്ങ് പൊക്കോളും, ആ ഒരു ഓളത്തിലങ്ങ് പോകും. വയസ്സാവുമ്പോൾ നമ്മുടെ മസിലും എല്ലാം നമ്മൾ വയസ്സായിക്കൊണ്ടിരിക്കുക, ഡിറ്റീരിയോറേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ആ നേരത്ത് നമ്മളുടെ ശരീരത്തിന്, ചേച്ചി പറഞ്ഞ പോലെ, യോർ സൈസ്, യോർ ത്രോട്ടിനനുസരിച്ച് നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ മുന്നോട്ട് പാടാൻ പറ്റില്ല. അത്രയും കാലം നമ്മൾ പാടിയും കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ടത് വരും. ആ സിംഗിങ് ടെക്നീക്ക് എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന, ഞാൻ ഔട്ട്സൈഡ് ഓഫ് ദിസ് ഷോ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന അതത്രേ ഉള്ളൂ. എനിക്ക് എന്ത് അറിവുണ്ടോ, എനിക്കെല്ലാം അറിവുണ്ടെന്നല്ല ഞാൻ പറയണത്, എനിക്ക് എന്ത് വർക്ക്ഔട്ടായോ ഞാൻ രമ്യക്ക് പറഞ്ഞുതരാം. ഈ പ്രശ്നം ഇല്ലാണ്ടിരിക്കും. വലിയ കാര്യമല്ലേ? ഓക്കെ, അതെ അതെ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചേച്ചിയോട് ചോദിച്ചാൽ മതി, ചേച്ചിയും പറഞ്ഞുതരും. ത്രോട്ടിനെ എഫക്ട് ചെയ്യാണ്ട് എങ്ങനെ പാടണം വിത്ത് യുവർ ഡയഫ്രം. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കവിളീന്ന് പാടുക, മൂക്കിന്റെ ഓട്ടേന്ന് പാടുക. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഒട്ടും വോയിസ് അങ്ങനെയില്ല. പക്ഷെ അത് കേൾക്കണവർക്ക് ചിലപ്പം തോന്നിയെന്ന് വരില്ല, വോയിസ് എനിക്ക് പ്രശ്നമില്ലാന്ന്. അത് നമ്മൾ ഇപ്പം ഞാൻ ചിലപ്പോൾ കവിളിന്നായിരിക്കും പാടുന്നത്, മൂക്കിന്നായിരിക്കും, തലേന്നായിരിക്കും. ഇതൊക്കെ ഫീമെയിലിനുള്ള പ്രോബ്ലം ഉള്ളേ. പല രജിസ്റ്റേഴ്സിലുണ്ട്, നമുക്ക് പല രജിസ്റ്റേഴ്സിലും പാടണം. ഇത് ഞാൻ ബോംബെ പോയിട്ട് അൺലേൺ ചെയ്താ. ഇവിടുത്തെ ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ വോക്കൽ കോച്ച് ഉണ്ട്, ജെനിഫർ ഡിസൂസയുടെ അടുത്ത് ഞാൻ പോയി പഠിച്ചതാണ്. ഞാൻ ഇരുന്ന് കരഞ്ഞു, അവിടെ ഇരുന്നിട്ട് ഞാൻ കരഞ്ഞു. എന്റെ തൊണ്ട പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നോ രഞ്ജിനി, യു ഹാവ് നോട്ട് ലോസ്റ്റ് യുവർ വോയിസ്, ഇറ്റ്സ് ദ റോങ് ടെക്നീക്ക്. ഇവിടെ നിന്നെ പോലെ എത്ര വലിയ വലിയ സിംഗേഴ്സ് ഇവിടെ വന്ന് തൊണ്ട പോയി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടെന്ന്. കാരണം 35 ഇസ് ദി ഏജ് വെൻ ഇറ്റ് ചേഞ്ചസ്. അതിനു മുമ്പ് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിനെ അഡ്രസ് ചെയ്യണം എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും 35 വയസ്സല്ല, എല്ലാവരുടെയും അഗൈൻ സംഭവങ്ങൾ മാറുന്ന ഒരു ഏജ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? സോ ഡോണ്ട് ഗെറ്റ് സ്ട്രെസ്ഡ്, ഡോണ്ട് ഗെറ്റ് വറിഡ്. തന്റെ തൊണ്ടയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല, ക്ലിങ് തൊണ്ടയാണ്. ഓക്കെ, പാടുന്ന രീതി.